കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആരെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് 7 സീറ്റിലധികം UDF നേടുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്ന താൽപര്യം പരസ്യമായി പ്രകടിപ്പിച്ച് എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് രംഗത്തെത്തിയത് കോൺഗ്രസിനുള്ളിൽ പുതിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും മുഖ്യമന്ത്രിയാവാൻ യോഗ്യരാണെന്ന് VK ശ്രീകണ്ഠൻ MP പ്രതികരിച്ചു. മുഖ്യമന്ത്രി ചർച്ച കോൺഗ്രസിന്റെ ആഭ്യന്തരകാര്യമാണ്. മുഹമ്മദ് ഷിയാസിന്റെ പ്രതികരണം വ്യക്തിപരമായ ആഗ്രഹം മാത്രം. പൊതുസമൂഹം VD സതീശനെ രാഷ്ട്രീയ വനവാസത്തിന് അയക്കില്ലെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി പാലക്കാട്ടെ CPM മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു. CPM കഴിഞ്ഞ പ്രാവശ്യം 27,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് ഇപ്പം അവർ പറയാം 2,000-3,000 വോട്ടിന് അവർ ജയിക്കുള്ളൂ എന്ന്. ആരാ പറഞ്ഞത്? CPM പറഞ്ഞ, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ 25,000 വോട്ട് എവിടെ പോയി? അപ്പോൾ സ്വന്തം പാളയത്ത് നിന്ന് വോട്ട് ചോർന്നതിന് മറ്റുള്ളവരെ മന്ദുകാല എന്ന് വിളിക്കുന്ന ഏർപ്പാടാണ് ഇപ്പോൾ CPMനുള്ളത്. അതുകൊണ്ട് ഇവരുടെ എല്ലാ കോട്ടകളും പൊളിയും, ഇവരുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ ചോരും. അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമായിരുന്നു. അത് പോളിംഗ് ബൂത്തിൽ പ്രകടമായിരുന്നു. ഇനി റിസൾട്ട് വരുമ്പോൾ, അന്തിമ റിസൾട്ട് വരെ അറിയാം ആരുമായിട്ടൊക്കെ ധാരണ. ഞങ്ങൾ ജനങ്ങളെ മാത്രം വിശ്വസിക്കുന്നവർ, ജനാധിപത്യം വിശ്വസിക്കുന്നവരാണ്, മതേതരത്വം വിശ്വസിക്കുന്നവരാണ്. ആ ജനാധിപത്യം മതേതരത്വം കൂടാതെ കേരളത്തെ വീണ്ടെടുക്കാൻ UDFനെ കഴിയുള്ളൂ എന്ന് ഞങ്ങൾ പ്രചരണം നടത്തിയിരുന്നു. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ട് UDFന് വലിയൊരു മുന്നേറ്റം. ശ്രീ VD സതീശൻ നേരത്തെ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റ് നേടി കേരളത്തിൽ UDF അധികാരത്തിൽ വരും. അന്തിമമായി ഹൈക്കമാൻഡ് തീരുമാനിക്കും കേരളത്തിലെ ആര് മുഖ്യമന്ത്രി. ഒരു കാലത്തും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് തർക്കമുണ്ടായിട്ടില്ല. ഇപ്പോഴും വളരെ സുചിന്തിതമായിട്ടുള്ളൊരു നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്, UDFനുണ്ട്. എല്ലാവരുമായിട്ട് ആലോചിച്ച് റിസൾട്ടിന് ശേഷം മുഖ്യമന്ത്രി UDFൻ്റെ തന്നെയായിരിക്കും. VD സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് കേരള പൊതുസമൂഹമാണ്, ഏതെങ്കിലും വ്യക്തികളല്ല. CPMനും BJPക്കും ചില അജണ്ടകളുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാവില്ല. അതുകൊണ്ട് VD സതീശനെ ഈ പൊതുസമൂഹം കൃത്യമായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അദ്ദേഹത്തിന് രാഷ്ട്രീയ വനവാസത്തിൽ പോകേണ്ടി വരില്ല. UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ അധികാരത്തിൽ വരും. അല്ല, ഞങ്ങൾക്ക് അതുപോലെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. എന്താ, KC വേണുഗോപാൽ കേരളത്തിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഉജ്ജ്വലനായിട്ടുള്ളൊരു ഊർജ്ജസ്വലനായ ശക്തനായ ഒരു നേതാവാണ്. രമേശ് ചെന്നിത്തല കേരളത്തിലെ പൊതുസമൂഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു നേതാവാണ്. അതുപോലെ തന്നെയാണ് VD സതീശനും. ഒട്ടും മോശമല്ലല്ലോ. ഞങ്ങൾക്ക് ഒരുപാട് നേതാക്കന്മാരുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ആ ആഗ്രഹത്തിനും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സമയത്തിനനുസരിച്ച് തീരുമാനമെടുക്കാൻ കോൺഗ്രസ് കഴിയും. അതിനുള്ള ശക്തമായ നേതൃത്വം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതൃത്വം, അവരെ നിങ്ങൾ കണക്കാക്കണം. BJPയോട്, വർഗീയ ഫാസിസ്റ്റുകളോട് സന്ധിയില്ലാതെ നരേന്ദ്രമോദിയുടെ നേർക്ക് നിന്ന് പോരാടുന്ന ഞങ്ങളുടെ നേതൃത്വത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിമാനമുണ്ട്. അത് തീരുമാനിക്കേണ്ട സമയത്ത് നേതൃത്വം തീരുമാനിക്കും. ഈ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ വർഗീയ അജണ്ടയ്ക്കെതിരായി എല്ലാവരും സമൂഹം ഒന്നിക്കുന്നതാണ്. ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി പിണറായി സർക്കാരിനെയും അതുപോലെ നരേന്ദ്രമോദി സർക്കാരിനെയും ഒരുപോലെയാണ്. ഈ പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ആ ഒരു പ്രതീക്ഷയോടുകൂടി വരുമ്പോൾ ജനങ്ങൾ ഇവരെ ശിക്ഷിക്കാൻ പോകുകയാണ്. ആ ശിക്ഷ രണ്ട് കൂട്ടരും തുല്യമായിട്ട് ഏറ്റെടുക്കേ പാകുള്ളൂ. കാരണം കേന്ദ്രത്തിലും UPA സർക്കാരല്ല, കോൺഗ്രസ് സർക്കാരല്ല, കേരളത്തിലുമല്ല. ഈ നാട്ടിലെ മുഴുവൻ ദുരന്തങ്ങൾക്ക് ഉത്തരവാദി ആരാ? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരുമാണ്. അതുകൊണ്ട് രണ്ട് ഗവൺമെൻറ്റിനും അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടിയാണ് UDFനെ പുതുയുഗത്തിലേക്ക്, നവീന യുഗത്തിലേക്ക്, പുതിയ അജണ്ടകളുമായി, വികസന അജണ്ടകളുമായി കേരളത്തെ വീണ്ടെടുക്കാൻ UDF ഉയർത്തിയ ആ മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുക. അത് പാലക്കാട് അതിൻ്റെ റിഫ്ലക്ഷൻ ആ ശക്തമായ രീതിയിലുണ്ടാവും. CPMന് ഏറ്റവും ദയനീയമായ പരാജയം ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. UTV ന്യൂസ്, പാലക്കാട്.